ഹലോ ഗായ്സ് വെൽക്കം ടു അവർ ഫാമിലി. കുറേ നാളുകൾക്ക് ശേഷമാണ് ഇന്ന് നമ്മളൊരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിക്കുന്നത്. നമ്മളിന്ന് ലണ്ടൻ പോവാണ്, ക്രിസ്മസ് റൈറ്റ്സ് കാണാനാണ് പോണത്. അപ്പോൾ ഇന്നൊരു സാറ്റർഡേ ആണ്. സാറ്റർഡേ പോയിട്ട് എൻ്റെ ഒരു കസിൻ്റെ വീട്ടിൽ നിന്ന് സൺഡേ ആണ് റിട്ടേൺ വരുള്ളൂ. അപ്പോൾ നിങ്ങളും പോരെ ക്രിസ്മസ് റൈറ്റ്സ് കാണാനായിട്ട്? ഞങ്ങൾ ആദ്യമേ തന്നെ പോയത് ലണ്ടനിലുള്ള ബബിൾ പ്ലാനറ്റ് കാണാനാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ബബിൾ പ്ലാനറ്റ്, അത് കഴിഞ്ഞിട്ട് അന്ന് വിൻ്റർ വണ്ടർലാൻഡിലേക്ക് പോകാനുള്ള ടിക്കറ്റൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ബബിൾ പ്ലാനറ്റിലേക്കുള്ള ടിക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യത്തെ ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബബിൾ പ്ലാനറ്റ് ആണ്. ട്രെയിനിൽ കയറിയപ്പോഴത്തേക്കും എല്ലാവർക്കും വിശന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് രാവിലെ 8 മണിക്കൊക്കെ ആയിരുന്നു ട്രെയിൻ പീറ്റർബറോന്ന് ലണ്ടൻ കിങ്സ് ക്രോസിലേക്കുള്ളത്. അപ്പോൾ നമ്മളാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് ഈ ചോക്ലേറ്റൊക്കെ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. പക്ഷേ രാവിലെ തന്നെ എണീറ്റ് ചോക്ലേറ്റ് കഴിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ നോക്കിയപ്പോൾ ഈ ട്രെയിനിൽ തന്നെ നമുക്ക് ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കാനുള്ള ഒരു സംവിധാനമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഈ സ്ക്രീനിൽ കാണുന്നുണ്ട് ഒരു റെഡ് ലേബിൾ കണ്ടോ, അതിൽ അവരുടെ QR കോഡ് സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ അത് നോക്കിയപ്പോൾ അത് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ നേരെ ട്രെയിനിൻ്റെ അകത്തുള്ള കഫേയിൽ പോയിട്ട് ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കാനുണ്ടായത്. അപ്പോൾ ഇതാണ് കേട്ടോ ഫുഡ് ഓർഡർ ചെയ്തപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മളെന്തോ സാൻഡ്വിച്ചും പിന്നെ വേറെ എന്തോ ഒരു റാപ്പാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ലണ്ടൻ കിങ്സ് ക്രോസ് സ്റ്റേഷനിലെത്തി. ഇനി നമുക്ക് അവിടെ നിന്ന് പോകേണ്ടത് വെംബ്ലി പാർക്ക് അണ്ടർഗ്രൗണ്ട് സ്റ്റേഷനിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കിങ്സ് ക്രോസ് തന്നെ ട്യൂബ് എടുത്തു. അങ്ങനെ ഞങ്ങൾ വെംബ്ലി പാർക്ക് എന്ന് പറയുന്ന സ്റ്റേഷനിലെത്തി. അവിടെ നിന്ന് ഒരു കഷ്ടി 10 മിനിറ്റ് നടക്കാനുണ്ടായിരുന്നു ഈ ബബിൾ പ്ലാനറ്റിലേക്ക്. അപ്പോൾ ഇനി ഞങ്ങൾ അങ്ങോട്ട് നടക്കുകയാണ് കേട്ടോ. My leg hurts badly. Actually. No, it didn't exit that. No, ഇതാണ് എൻട്രൻസ്. ഇതിന്റെ എൻട്രൻസ് അവിടെ തുറന്നിട്ടില്ലോ. Kind of entrance. നടക്കുണ്ടി പക്ഷെ ഇവിടെ അടച്ചിട്ടേക്കാണല്ലോ. അതെ അതിൻ്റെ എൻട്രൻസ്. നമ്മൾ ഓൾറെഡി ടിക്കറ്റ് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടിക്കറ്റൊക്കെ അവിടെ കാണിച്ച് നമ്മളെ റിസപ്ഷനിൽ കാണിച്ച് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അകത്തേക്ക് കയറി. അപ്പോൾ നമ്മുടെ ജാക്കറ്റും ഇതൊക്കെ അവിടെ തന്നെ അവരെ ഏൽപ്പിക്കായിരുന്നു. പക്ഷേ ജാക്കറ്റിന് എത്രയോ ഒരു ജാക്കറ്റിന് 2 പൗണ്ട്സ് വെച്ച് അവിടെ കൊടുക്കണമായിരുന്നു. ജാക്കറ്റ് ഊരി അവരുടെ കയ്യിൽ നമ്മൾ കീപ്പ് ചെയ്യാനായിട്ട് കൊടുക്കാനായിട്ട്. അപ്പം അതിൻ്റെ അകത്ത് ചൂടായിരുന്നു. അപ്പോൾ നമ്മൾ അതൊക്കെ ചെയ്യുന്ന സമയം അവിടുത്തെ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ നോക്കുമായിരുന്നു. ഇതൊക്കെയാണ് ഇപ്പോൾ അവിടെ കയറി ചെല്ലുമ്പോൾ ഇരിക്കാനുള്ള സ്ഥലം. അപ്പോൾ ഇതിൻ്റെ സൈഡിലായിട്ട് തന്നെ കുറച്ചിങ്ങനെ വേഫിൾസ് ഉണ്ടാക്കണ ഒരു ചെറിയ ഷോപ്പ് പോലത്തെ ഒരു സെറ്റപ്പ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ ഐസ് ക്യാൻഡി വരില്ലേ, അപ്പോൾ അത് ഫ്ലവർ ഷേപ്പിൽ വരുന്ന ആ ഒരു മെഷീൻ അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കി ഇങ്ങനെ കുറച്ച് നേരം നടന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇതിൻ്റെ ബബിൾ പ്ലാനറ്റിലെ ആക്ടിവിറ്റീസിൻ്റെ അകത്തേക്ക് കടക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഈ കാണുന്നതാണ്. അതായത് താഴത്ത് അവർ ഇങ്ങനെ ഒരു അക്വേറിയം മോഡൽ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചവിട്ടുമ്പോൾ അതിൽ നിന്ന് ബബിൾസ് പോവും. അതുപോലെ കുറേ മീനുകൾ ഇങ്ങനെ ഓടി നടക്കണ ഒരു ഫീലായിരുന്നു. അപ്പോൾ ഇന്നുവിനത് ഭയങ്കര ഇഷ്ടമായി. ഇന്നിങ്ങനെ ചാടി 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 നടക്കുന്നത്. ഇത് ആക്ച്വലി ഒരു ചെറിയ
റൂമാണ്. പക്ഷെ നമുക്കിങ്ങനെ നേരിട്ട് കാണുമ്പോഴാണെങ്കിലും ഇപ്പോൾ വീഡിയോയിൽ കാണുമ്പോഴാണെങ്കിലും അവിടെ സൈഡിലൊക്കെ മിറർ കൊടുത്ത കാരണം ഭയങ്കര വലുതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് റൂമിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇന്നുവിനൊന്ന് അവിടെ നിന്നൊന്ന് ശ്രദ്ധ തിരിച്ച് അപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ പോയി. പക്ഷേ അവൻ സമ്മതിച്ചില്ല. അവൻ തിരിച്ച് ഇവിടെ തന്നെ വന്ന് നിന്നു. പിന്നെ അവിടെ നിന്ന് നമ്മൾ പിടിച്ച് വലിച്ചിട്ടാണ് നെക്സ്റ്റ് റൂം കാണിക്കാൻ കൊണ്ടുപോയത്. അവനിത് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അതിൽ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ ഇങ്ങനെ നിൽക്കുമായിരുന്നു. ആ മീനുകളിങ്ങനെ ഓടിപ്പിച്ച് ഇങ്ങനെ നിൽക്കുമായിരുന്നു. പിന്നെ അവിടെ നിന്ന് പൊക്കിയെടുത്ത് നമ്മൾ നെക്സ്റ്റ് റൂമിലേക്ക് പോയി. ഇച്ചുവിനാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് റൂമിൽ ആദ്യത്തെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ എല്ലാം നോക്കി ഒന്ന് എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം പിന്നെ അവന് അത് അത്രയ്ക്ക് അങ്ങോട്ട് താല്പര്യത്തിലല്ല പിന്നെ ആൾ നിന്നിരുന്നത്. അത് ഫുള്ള് ഇങ്ങനെ ഇന്നുവാണെങ്കിൽ ഫുള്ള് ഇങ്ങനെ ചാടി എല്ലാ മീനുകളും ഇങ്ങനെ ഓടിപ്പിച്ച് ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ ഇച്ചുവിൻ്റെ ഏജിന് അവനെ അത്രയ്ക്ക് അങ്ങോട്ട് അത് പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നെക്സ്റ്റ് വന്ന് ഈ കാണുന്ന വലിയ ബലൂണുകൾ ഇങ്ങനെ നിറഞ്ഞു കിടക്കുന്ന ഒരു റൂമിലേക്കായിരുന്നു. അത് ഇച്ചുവിനെ കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയാൽ നമ്മൾ ചത്തുവെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം അത്രയ്ക്കും തിരക്കും അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അത് ഫുൾ ഓഫ് ബലൂൺസ് ആയിരുന്നു. അതിൻ്റെ ഉള്ളിൽ അതായത് ഭയങ്കര വലിപ്പമുള്ള ബലൂണുകളാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ പിള്ളേർ മിസ്സായ അടിയിൽ പോയാൽ നമ്മളത് കാണുകയില്ലായിരുന്നു. കാരണം അത്രയ്ക്കും വലിപ്പമുണ്ട്. ഇങ്ങനെ ബലൂണുകളൊക്കെ തിങ്ങി ഞെരിങ്ങി ഇങ്ങനെ കിടക്കുമായിരുന്നു. ഈ റൂം ഇച്ചുവിന് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തീരെ കുഞ്ഞേ പിള്ളേരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ മിസ്സായി പോയാൽ പിന്നെ പെട്ടെന്ന് കാണില്ല. കാരണം അവരുടെ ഇപ്പോൾ ഇന്നുവിൻ്റെ തലയുടെ മുകളിൽ വരെ ചില ഭാഗത്ത് ബലൂൺസ് നിറഞ്ഞ് കിടക്കുന്നുണ്ടായിരുന്നു. അതും വലിയ ബലൂൺസ്. അപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ അത്രയ്ക്ക് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. പക്ഷെ നേരിട്ട് കാണുമ്പോൾ ശരിക്കും നല്ല വലിപ്പമുള്ള ബലൂൺസ് ആയിരുന്നു അത്. അപ്പോൾ അതിലിങ്ങനെ കുറേ നേരം ഭയങ്കര ഇതായിട്ട് എൻജോയ് ചെയ്ത് കളിച്ചു. അപ്പോൾ ഓരോ ബലൂൺ ഇങ്ങനെ തട്ടി കളിച്ചു. അതിൻ്റെ സെൻറ്ററിലായിട്ടൊരു ഫ്ലവറിൻ്റെ ഷേപ്പിലൊരു ഇത് വെച്ചിരുന്നു. അപ്പോൾ ആ ഫ്ലവർ ഇടയ്ക്ക് ഇങ്ങനെ വിരിയും, ഇടയ്ക്ക് ഇങ്ങനെ വാടിപ്പോണ പോലെയാവും. അപ്പോൾ അതൊക്കെ ഞങ്ങൾ അത്യാവശ്യം കുറച്ച് എൻജോയ് ചെയ്തു. ഞങ്ങളും കുറച്ച് ബലൂണൊക്കെ തട്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് കളിച്ചു.
go next. No, next. Let's go next. I already did. അടുത്തത് ഏതാ? ഇതായിരുന്നു കേട്ടോ ബബിൾ പ്ലാനറ്റിൽ പോയിട്ട് ഞങ്ങൾ ഏറ്റവും എൻജോയ് ചെയ്ത ഏരിയ എന്ന് പറയണത്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്വിമ്മിംഗ് പൂൾ ഒരു സെറ്റപ്പ് അവിടെ ഉണ്ടാക്കിയേക്കാണ്. പക്ഷേ സ്വിമ്മിംഗ് പൂളിൽ നോർമലി നമ്മൾ കാണുന്നത് വെള്ളമാണ്. ഇവിടെ വെള്ളത്തിന് പകരം വൈറ്റ് ബോൾസ്, അതായത് നമ്മുടെ ഈ പിള്ളേരുടെ ഇൻഡോർ പ്ലേസിലൊക്കെ നമ്മൾ കാണുന്ന ഈ സോഫ്റ്റ് ആയിട്ടുള്ള ടൈപ്പ് ബോൾസ് ഉണ്ടല്ലോ, ആ ബോൾസാണ് ഈ പൂളിൽ മൊത്തം അവരിട്ടേക്കണത്. പിന്നെ ഈ വലിയ കാണുന്ന പോലെ ഡക്ക്, അങ്ങനെ വലിയ ബോള്, അങ്ങനത്തെ പല ഷേപ്പുകളും അങ്ങനെ വേറെ വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത് നല്ല അടിപൊളിയായിരുന്നു. കുറച്ച് ഡെപ്തും ഉണ്ടായിരുന്നു, പക്ഷെ ഫുൾ ഓഫ് ബോൾസ് ആയിരുന്നു. നമുക്ക് എന്താ പറയുക, കാല് കുത്താൻ വരെ പറ്റില്ല എന്ന് പറയില്ലേ നമ്മൾ. ചില നേരത്ത് ഈ കടലിൻ്റെ അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ മണലിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഒരു സ്റ്റെപ്പ് വെച്ച് അടുത്ത സ്റ്റെപ്പ് വെക്കാൻ പൊക്കാൻ കിട്ടാണ്ട് അങ്ങനെ ഒരു ഫീൽ എനിക്ക് ഉണ്ടാവാറുണ്ട് നമ്മുടെ ബീച്ചിലൊക്കെ പോയി കഴിഞ്ഞാൽ. നമ്മുടെ കാലും ഈ പൂഴിയിലേക്ക് ഇങ്ങനെ താഴ്ന്നു പോയിട്ട് നെക്സ്റ്റ് ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് കാല് വലിച്ചെടുക്കേണ്ട അവസ്ഥയുണ്ടല്ലോ, അതുപോലെ അത്രയും ഫുൾ തിക്കിൽ അവർ ഈ ബോൾസ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാനും നല്ല അടിപൊളി ഇതായിരുന്നു, കാരണം ഫുൾ വൈറ്റ് ബോൾസ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അപ്പം പിന്നെ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് അവർ പിള്ളേർക്ക് കളിക്കണ ഒരു ഇങ്ങനെ ബോൾ എറിഞ്ഞ് കളിക്കണ പോലത്തെ ഐറ്റംസ് ഒക്കെ അവർ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കാണുന്നത് കണ്ട സെൻറ്ററിൽ ആ ലൈറ്റ് കത്തുന്നത് പോലെ. അപ്പം അത് നമ്മൾ ഈ പൂള് പോലത്തെ സെറ്റപ്പുള്ള നമ്മുടെ ഈ കളിക്കുന്ന ഔട്ട്ഡോർ പ്ലേസിലൊക്കെ അങ്ങനത്തത് കാണാറുണ്ട്. പിന്നെ അത് കുറച്ച് കഴിഞ്ഞ് ഒരു ബക്കറ്റിൽ നമ്മൾ വെള്ളം നിറച്ച് പിന്നെ ആ ബക്കറ്റ് ഫുള്ള് വെള്ളം പുറത്തോട്ട് വീഴുന്ന പോലെ ഈ ബോൾസ് മുഴുവൻ നമ്മളിങ്ങനെ എറിഞ്ഞ് അതിന് മുകളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ് ഈ ബോളൊക്കെ കൂടി ഒരുമിച്ച് പെട്ടെന്ന് താഴത്തേക്ക് വീഴും. അങ്ങനെ കുറേ സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളും പിള്ളേരുടെ പോലെ എൻജോയ് ചെയ്തു. കണ്ട ചേട്ടനൊക്കെ കിടക്കണ കണ്ടില്ലേ, അങ്ങനെ ഇപ്പം ഞാൻ കണ്ടില്ലേ, എൻ്റെതേ കണ്ട കഴുത്ത് മാത്രമേ ഉള്ളൂ. അത് നമ്മളിങ്ങനെ കിടന്നു കഴിഞ്ഞ് നമ്മളിങ്ങനെ ഇറങ്ങി അങ്ങോട്ട് താഴ്ന്നു പോവും. അത്രയ്ക്കും ബോൾസും പിന്നെ ഈ ബോൾസ് എപ്പോഴും മൂവ്മെൻ്റ് ഉള്ളതായ കാരണം നമ്മളിങ്ങനെ ഇറങ്ങി പോവുമായിരുന്നു. അപ്പോൾ ഇച്ചൂനും ഞങ്ങൾക്കും ഒക്കെ ഇതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഏരിയ എന്ന് പറയുന്നത്. അത് അത്രയും നമ്മൾ വേറെ എവിടെയും നമ്മൾ കളിക്കാത്ത ഒരു വൈബായിരുന്നു അവിടെ.
ബബിൾ ഇതൊക്കെയാടാ. നെക്സ്റ്റ് ഉണ്ടായിരുന്നത് ഒരു ഫോട്ടോ ബൂത്ത് സെറ്റപ്പ് പോലെയായിരുന്നു കേട്ടോ. ഒരു കുഞ്ഞു കുഞ്ഞു റൂമാക്കിയിട്ട് ഓരോ റൂമിലും ഫോട്ടോ പോസുകൾ എടുക്കാൻ, അതായത് ഫോട്ടോസ് എടുക്കാൻ പറ്റിയ ഓരോ ടൈപ്പ് സാധനങ്ങളായിരുന്നു അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്നാണ് മെയിനായിട്ട് ഫോട്ടോ എടുത്തുള്ളൂ. ഇത് ഒരു ബാത്ടബിൻ്റെ ഉള്ളിൽ നിറച്ച് ഡക്സും അതുപോലെ സൈഡിലൊക്കെ ഡക്സിന് അവിടെ ഗം ചെയ്ത് വെച്ചിട്ടുള്ള പോലത്തെ ഒരു സെറ്റപ്പായിരുന്നു. അവിടെ ഫോട്ടോ എടുത്ത് കഴിഞ്ഞപ്പോൾ നെക്സ്റ്റ് പോയ ഒരു സെഷനാണ് കേട്ടോ ഇത് നല്ല രസമായിരുന്നു കാണാനായിട്ട്. നമ്മുടെ ഫുൾ ലൈറ്റ്സും പിന്നെ നമുക്ക് ഏത് റൂട്ട് കൂടെയാണ് നടക്കണ്ടേന്ന് അറിയില്ല. മുന്നത്തെ ആൾ നടക്കുന്ന വഴി കൂടെ നമ്മൾ നടക്കുക, അങ്ങനെയായിരുന്നു. പക്ഷെ അത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. നെക്സ്റ്റ് ഒരു VR എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു ഭാഗമായിരുന്നു. അപ്പോൾ ഇച്ചുവിന് എന്തായാലും അത് ചെയ്യണം, അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്നും പറഞ്ഞിട്ട്, പക്ഷേ ഇച്ചുവിന് ഒറ്റയ്ക്ക് പറ്റില്ല, ആരെങ്കിലും കൂടെ വരണം എന്നും പറഞ്ഞ് വാശി പിടിച്ചുകൊണ്ടൊക്കെയായിരുന്നു. അപ്പോൾ ചേട്ടനും കൂടെ കയറിയിട്ടുണ്ടായിരുന്നു. അതിന് സെപ്പറേറ്റ് പേയ്മെൻ്റ് ആണ് കേട്ടോ. നമ്മൾ ഫസ്റ്റ് എടുത്ത എൻട്രി ടിക്കറ്റ് അല്ലാണ്ട് ഇതിന് എനിക്ക് തോന്നുന്നു ഒരാൾക്ക് 3 പൗണ്ട്സ് അങ്ങടായി. അപ്പോൾ ഇച്ചും ചേട്ടനും കൂടെ കുറച്ച് നേരം VR ഒക്കെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കയറിയിരിക്കാണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു ഊഞ്ഞാല് പോലത്തെ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത് അവർക്ക്. സൗണ്ട് ഉണ്ടായി എക്സ്പീരിയൻസ് പറഞ്ഞേ. നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെയാ? നല്ലതായിരുന്നോ? സൗണ്ട് ഉണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ? ഫസ്റ്റ് നമ്മൾ ഒരു മാൻഷനിലാണ്. അത് കഴിഞ്ഞിട്ട് ലയൻ്റെ വായന്ന് ബബിള് ശരി, ബബിളിൻ്റെ അകത്ത് കയറിപ്പോയോ? അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്ലൈ ചെയ്തിട്ട് ബോട്ടിൽ പോയി. ഇവിടെ നോക്കി ഇത്രയായിരുന്നു ബബിൾ പ്ലാനറ്റിൽ ഞങ്ങൾ കണ്ടത്. നെക്സ്റ്റ് ഞങ്ങൾ വണ്ടർലാൻഡിൽ പോയിരുന്നു. പക്ഷേ അതിൻ്റെ വീഡിയോ ഞാൻ നെക്സ്റ്റ് പാർട്ടായിട്ട് ഇറക്കാം, അല്ലെങ്കിൽ ഇത് കുറച്ചധികം ലെങ്ത് ആയി പോവും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, സീ യു.